ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഒരു 1 വീക്കായിട്ട് എല്ലാവരും കണ്ടുള്ള ന്യൂസിലൊക്കെ നമ്മുടെ വെള്ളപ്പൊക്കവും ഇടിനാശ വെള്ളപ്പൊക്കം എന്നൊക്കെ പറയുന്ന പോലെ ഫുൾ മഴയും വെള്ളപ്പൊക്കമൊക്കെ ആയിരുന്നു. ഞാൻ താമസിക്കുന്ന ഷാർജയിലാണ്. അതുകൊണ്ട് എനിക്ക് ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ചുറ്റും വെള്ളമൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് പുറത്തിറങ്ങാനും വീഡിയോസ് ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ ഒബ്വിയസ്ലി ഞാൻ ഇപ്പം ഈ വാറിൻ്റെ ഒരു ഇഷ്യൂസൊക്കെ കാരണം ഞാനിപ്പോൾ ലീവിലാണ്. സോ എൻ്റെ കംപ്ലീറ്റ് പ്ലാനിങ്ങും തെറ്റി. ലാസ്റ്റ് വീക്ക് ഫുൾ ഞാൻ വിചാരിച്ചു കുറേ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാം, യൂട്യൂബിൽ എന്നും വീഡിയോ ഇടാം, പക്ഷെ ഒന്നും നടന്നില്ല. ബട്ട് ആഫ്റ്റർ ഓൾ ഇപ്പം ഞാൻ എന്തോ ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട് സിറ്റുവേഷൻ. അപ്പം ഞാൻ വിചാരിച്ചു സ്റ്റിൽ വാർ ഉണ്ട്. ഇന്നലെ രാത്രിയിൽ കൂടെ മിസൈലിൻ്റെ ശബ്ദം കേട്ടേയുള്ളൂ. ബട്ട് എനിവേ ഇപ്പം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ലീവിലല്ലേ, അപ്പോൾ ഒരു വീക്കെൻഡ് വ്ളോഗൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്ന് ഓൾമോസ്റ്റ് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് എണീറ്റത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടൊരു ഈവനിങ് റൊട്ടീൻ കാണിച്ചോളാം. ഈവനിങ് റൊട്ടീൻ അല്ല, ഈവനിങ് ഡേ ഔട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ വന്ന സെയിം കോർണിഷിലോട്ട് എത്തി. ഇനി ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ ഇൻസ്റ്റയിലിടാൻ 1-2 റീലൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഇനി നേരെ ഒരു ചായ കുടിക്കാൻ പോവാണ്. സോ ബാക്കി അവിടെ വെച്ച് കാണാം. ബൈ. ഇതാണ് ഞങ്ങളുടെ അൽഖാൻ കോർണിഷ്, അങ്ങനെയാണെന്ന് തോന്നുന്നു പേര്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ സ്ഥലം കൊള്ളാം. നമുക്കിങ്ങനെ വൈകിട്ടൊക്കെ വന്നിരിക്കാൻ നല്ല സ്ഥലമാണ്. അപ്പം കുറേ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. എനിക്കിതിൻ്റെ ഏതൊക്കെ ബിൽഡിങ് ഏതാണെന്നൊന്നും എനിക്കൊരു പിടിയില്ല. ബട്ട് നല്ല പ്ലേസാണ്. ഈ ഒരു ഏരിയയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ നിങ്ങളെ ഈ ഒരു ഏരിയ ഒക്കെ ഒന്ന് കാണിക്കാം. സോ ദിസ് ഈസ് അവർ കോർണിഷ്. അപ്പം ഇനിയും ചായ കുടിക്കണം. സത്യം പറഞ്ഞാൽ എൻ്റെ പ്ലാൻ ഇതൊന്നുമല്ല, ദുബായിൽ പോവുക, കുറച്ചുകൂടെ ടൈം ദുബായ്ക്ക് എന്തായാലും ലീവിലാണ്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ചെയ്യാനായിരുന്നു പ്ലാൻ. ബട്ട് എല്ലാം ഫ്ലോപ്പാണ്. മഴ കാരണം എല്ലാം പോയി. കഴിഞ്ഞൊരു വീക്ക് പോയി. ഇനിയിപ്പം ദുബായിൽ പോകാനാണെങ്കിൽ ഫ്രണ്ട്സൊക്കെ ബിസിയാണ്. സോ എനിക്ക് കാറില്ല അവരുടെ അടുത്ത്. അപ്പോൾ അവരില്ലാത്തതുകൊണ്ട് കാറില്ല. അപ്പം പിന്നെ ഇനി എന്തായാലും എനിക്ക് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് റെൻറ്റിനൊന്നും കാർ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഏക വേ ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ബസ്സാണ്. ബസ്സിനാണെങ്കിൽ ഇപ്പം മഴ കാരണം ബസ്സൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഇൻഫർമേഷൻ. സോ ദുബായ്ക്ക് പോകാൻ നിൽക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ വെറുതെ കഷ്ടപ്പെട്ടിറങ്ങണ്ട. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇന്നലെ രാത്രി 6 കിലോമീറ്റർ നടന്നാണ് അതിനകത്ത് ഇങ്ങോട്ട് വന്നത്. അപ്പം അങ്ങനെ നിങ്ങൾ നോക്കണ്ട. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ദുബായ്ക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൂടെ ഷാർജയിലൊക്കെ നിൽക്കാം, നാളത്തേക്ക് ചില ബെറ്റർ ആയാൽ പോകാമല്ലോ. സ്റ്റിൽ തേഴ്സ്ഡേ ഞാൻ ലീവിലാണ്. അപ്പം നോക്കാം, ബാക്കി വരുന്നത്തെ വെച്ച് കാണാം. അവിടെ ഒരു ബിസ്മി സൂപ്പർ മാർക്കറ്റ് കാണുന്നുണ്ട്. അതിൻ്റെ മുന്നിലൊരു ചായക്കട സെറ്റപ്പാണ്, ഒരു കഫറ്റീരിയ സെറ്റപ്പാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു ഐഡിയ ഇല്ല. നമുക്ക് എന്തായാലും അവിടെ വരെ പോയി നോക്കാം. അവിടെ നിന്ന് ചായ കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് നടക്കാൻ പറയും. ഞാനിപ്പോൾ ഏകദേശം ഒരു 2-3 കിലോമീറ്റർ നടന്നു. സോ അവിടുന്ന് ചായ കിട്ടുവാണെങ്കിൽ ചായ കുടിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ച് നെസ്റ്റോലും എല്ലാം കയറി എന്തെങ്കിലും ഫുഡ് മേടിച്ച് വീട്ടിൽ പോകാം. നമുക്ക് നോക്കാം. കം ഓൺ ഗൈസ്. ചായക്കടയായിരുന്നു ഗൈസ്. പക്ഷെ ചായക്കടയുടെ പേര് ടൈം ഫോർ ടീ എന്നാണ്. നമുക്ക് നോക്കാം എന്താകും. പക്ഷേ ഇവിടെ എല്ലാ കടയിലൊന്നും നല്ല ചായ കിട്ടില്ല കേട്ടോ. ചില കടയിൽ നല്ല ചായ കിട്ടും, ചില കടയിൽ നല്ല ചായ കിട്ടില്ല. അപ്പം നോക്കാം, കുടിച്ചു തൊട്ട് പറയാം. അതാ നോക്കൂ ഷാർജയുടെ പള്ളി. കഴിഞ്ഞ ദിവസം ഫുള്ള് വെള്ളം കയറിക്കുന്ന സ്ഥലമാണ്. പക്ഷെ നോക്ക്, നല്ല തണുപ്പ്. 2 ദിവസം ഞാൻ അതായത് ഈ മഴ തുടങ്ങുന്നതിന് മുന്നേ വരെ ചൂട് തുടങ്ങിയതാണ്. പക്ഷെ സ്റ്റിൽ വൈകുന്നേരം ആകുമ്പോൾ നല്ല തണുപ്പ്. ഇപ്പം തന്നെ കണ്ടാൽ മനസ്സിലാവും, നല്ല കാറ്റുണ്ട്. അപ്പം നല്ല കാറ്റത്ത് ഒരു ചൂട് സമോസയും ഒരു ചൂട് ചായ പിടിക്കും. കറണ്ട് വന്നു. ഞാൻ വീഡിയോ എടുക്കുന്നത് മനസ്സിലായിരുന്നു. കറക്റ്റായിട്ട് അവർ ലൈറ്റ് ഇട്ട് വന്നു. അതാ അടിപൊളി സമോസ കേട്ടോ. നല്ല ക്രിസ്പിയാണ്. ഇന്നുണ്ടോ ക്രിസ്പി സമോസ. സോറി ഗൈസ്, ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ഒന്നും ഓർമ്മയില്ല. അപ്പം ഞാൻ കഴിച്ചിട്ട് ബാക്കി സംസാരിക്കാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞൊന്നും തിരിയില്ല. ഓക്കെ, ബൈ. എനിക്ക് മറ്റേ പാട്ട് ഓർമ്മയായിരുന്നു. ഏറെ മൂന്നിയായിട്ടുള്ളൊരു മധുരമിതാ ചായ. എനിക്ക് ഞങ്ങൾ പണ്ടൊരു റീൽ ചെയ്തിട്ടുണ്ട്, നല്ല രസമാണ് പാട്ട്.
ഞാനിപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ പേര് കാണിച്ചിട്ട് ഞാൻ ഇപ്പം കണ്ടാണ്. നിങ്ങൾക്ക് അത് എന്തായിട്ടാണ് വായിക്കാൻ പറ്റുന്നതെന്ന് പറയുമോ? സൂം ചെയ്ത് പറയൂ ഗൈസ്, അത് നിങ്ങൾ എന്താണ് വായിക്കുന്നത്? എനിക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല, ഒന്നും അറിയില്ല. എനിക്കത് ഒറ്റ വാക്ക് നമ്മുടെ മലയാളത്തിൽ, ഞാനൊരു പത്തൊന്നരക്കാരിയാണ്, അപ്പം എനിക്ക് ഈ വാക്കിന് ഒരു അർത്ഥം അറിയത്തുള്ളൂ. അപ്പം ഗൈസ് അത്രേ ഉള്ളൂ എൻ്റെ ഒരു ഈവനിങ് വ്ലോഗ്. കാര്യമായിട്ടൊന്നുമില്ലെന്ന് എനിക്കറിയാം, ബട്ട് ഇങ്ങനെയൊക്കെയാണ്. ലൈക്ക് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ലൈഫിൽ. ഒരു ഇങ്ങനെയല്ല, മിക്ക ദിവസം കിടന്ന് ഉറങ്ങുകയാണ് പതിവ്. ബട്ട് സ്റ്റിൽ ഇന്നൊരു വെറൈറ്റിക്ക് ഞാൻ പുറത്തോട്ടെങ്കിലും ഇറങ്ങി കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു. അത് ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ അത്രേ ഉള്ളൂ. ഇനിയിപ്പം റൂമിൽ പോകണം. പുറത്തുനിന്ന് ഫുഡ് പ്ലാൻ ക്യാൻസൽ ചെയ്തു. റൂമിൽ പോകണം, ഫുഡ് എന്തെങ്കിലും കുക്ക് ചെയ്യണം, കഴിക്കണം, ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കഴിക്കണം, എന്നിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങണം. അത്രേ ഉള്ളൂ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ഐ ലവ് യു.